So good morning. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ പഠിച്ച് നിർത്തിയത് സെമാഫോഴ്സിൻ്റെ കാര്യമാണ്. സെമാഫോർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മ്യൂച്വൽ എക്സ്ക്ലൂഷന് സഹായിക്കുന്ന മ്യൂടെക്സ് ലോക്സ്, അതിൻ്റെ ഒരു വേരിയേഷനാണ് സെമാഫോർ എന്ന് പറയുന്നത്. അതൊരു ഇൻറ്റിജർ വേരിയബിളാണ്. ബൈനറി സ്റ്റേറ്റ് അല്ലെങ്കിൽ കൗണ്ടിങ് രീതിയിലും സെമാഫോഴ്സിന് ഉപയോഗിക്കും. നോർമലി ബൈനറി സെമാഫോഴ്സ് ആയിട്ട് 0 അല്ലെങ്കിൽ 1 സ്റ്റേറ്റിലേക്ക് പോകും, സ്റ്റേറ്റ് റിറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് വേരിയബിൾസ്, അതാണ് ബൈനറി സെമാഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതായത് വെയിറ്റ് ആൻഡ് സിഗ്നൽ, ഒരു ഷെയർഡ് റിസോഴ്സ് ഉണ്ടെങ്കിൽ ആ ഷെയർഡ് റിസോഴ്സസിൻ്റെ അലൊക്കേഷന് ഈ സെമാഫോർ ലോക്സ് എന്ന് പറയുന്നത് വളരെ സഹായിക്കും. അതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത്. അപ്പോൾ ഇനി അതിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മൾ ഒരു പ്രോസസ്സിനെ പറ്റി പറയുമ്പോൾ അതിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആ ഒരു കോൺസെപ്റ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡെഡ് ലോക്സ് എന്താണെന്ന് മനസ്സിലാക്കുക. ഡെഡ് ലോക്ക് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, എസ്സേ ആണെങ്കിലും ഷോർട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഒക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഡെഡ് ലോക്ക് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മ്യൂച്വൽ എക്സ്ക്ലൂഷൻ ഇത് പറയുമ്പോൾ ജസ്റ്റ് അതൊന്ന് മെൻഷൻ ചെയ്ത് പോയിട്ടുണ്ട്. എങ്കിലും ഒരു ഡെഡ് ലോക്ക് എന്താണ് എന്ന് പറഞ്ഞാൽ, ഒരു ജനറൽ ടേംസിൽ പറഞ്ഞാൽ, ഒരു റിസോഴ്സിന് വേണ്ടി ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് ഇൻഡെഫിനിറ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യുന്നു, അതിന് അത്തരം ഒരു സിസ്റ്റത്തിനെ പറയും ഇറ്റ് ഈസ് ഡെഡ് ലോക്ക്ഡ്. അതായത് അതിന് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 പ്രോസസ്സ് ഉണ്ടെങ്കിൽ 2 പ്രോസസ്സ് ഒരു റിസോഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 2 റിസോഴ്സ്, പ്രോസസ്സ് P0 എന്ന് പറയുന്നത് ഒരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്, പ്രോസസ്സ് P1 എന്ന് പറയുന്നത് വേറൊരു റിസോഴ്സിനെ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ P0 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ P1 ഹോൾഡ് ചെയ്തിട്ടുള്ള റിസോഴ്സിനെ കൂടെ കിട്ടണം, P1 കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ P0 ഹോൾഡ് ചെയ്തിട്ടുള്ള റിസോഴ്സിനെ കൂടെ വിട്ട് കിട്ടണം. അപ്പോൾ ഇത് രണ്ടും നടക്കാത്ത ഒരു സാഹചര്യത്തിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് P0 will wait for the release of the resource by P1, P1 will wait for the release of the resource by P0. So there is an indefinite wait. അതിനെയാണ് ഡെഡ് ലോക്ക് എന്ന് പറയുന്നത്. സോ ദ സിസ്റ്റം ഇസ് സെറ്റ് ടു ബി ഡെഡ് ലോക്ക്ഡ്. കാരണം P0 ആൻഡ് P1 will never complete, finish. കാരണം എന്താ, അതുകൂടെ കിട്ടിയാലേ ഓരോരുത്തർക്കും മറ്റേ ആളുടെ കയ്യിലുള്ള റിസോഴ്സ് കൂടെ കിട്ടിയാലേ അവരുടെ എക്സിക്യൂഷൻ ഫിനിഷ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റിലുള്ള ഒരു സിസ്റ്റത്തിനെ പറയും ഡെഡ് ലോക്ക്ഡ് സിസ്റ്റം. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള ഒരു സിസ്റ്റം, ഒരു നോർമൽ സിസ്റ്റം മോഡൽ എന്ന് പറഞ്ഞാൽ, സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് വേരിയസ് റിസോഴ്സസ്. ഓക്കെ, റിസോഴ്സസ് എന്ന് പറയുമ്പോൾ അതിനൊരു ഇതാണ് പറഞ്ഞത്, R1 to Rm റിസോഴ്സ്. സപ്പോസ് ദർ ആർ M resources represented by R1 to Rm, R1, R2, etc. up to Rm. So sorry, ഈ റിസോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് സിസ്റ്റത്തിൻ്റെ പല കാര്യങ്ങളും യൂസ് ചെയ്യും. ലൈക്ക് അതിൻ്റെ മെമ്മറി, അല്ലെങ്കിൽ അതിൻ്റെ വേരിയസ് ഷെയർഡ് ഫയൽസ്, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് പോലെയുള്ള പ്രിൻറ്റേഴ്സ്, സ്കാനേഴ്സ്, അതേപോലെ തന്നെ CPU. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വേരിയസ് റിസോഴ്സസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള റിസോഴ്സസിനെയാണ് നമ്മൾ R1 to Rm എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തത്. ആൻഡ് ഈ ഓരോ റിസോഴ്സിനും അതിൻ്റെ വേരിയസ് ഇൻസ്റ്റൻസസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഒരു പ്രിൻ്റർ എന്ന് പറയുന്ന ഒരു റിസോഴ്സിനെ നമ്മൾ ജനറലി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വേരിയസ് ഇൻസ്റ്റൻസസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സ് ഉണ്ടാവും, ലേസർ പ്രിൻറ്റേഴ്സ് ഉണ്ടാവും, നേരത്തെ ഡോട്ട് മെട്രിക്സ് പ്രിൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രിൻ്റർ എന്ന് പറയുന്ന ജനറൽ റിസോഴ്സ് ടൈപ്പിൻ്റെ വേരിയസ് ഇൻസ്റ്റൻസസ് ആണ്. അപ്പോൾ ഒരു സിസ്റ്റം മോഡൽ എന്ന് പറയുന്നത്, സപ്പോസ് പ്രിൻ്ററിനെ ഒരു റിസോഴ്സ് ആയിട്ട് എടുത്താൽ R2 represents a printer resource എന്ന് പറഞ്ഞാൽ R2 has some 3 instances. നമ്മളുടെ പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്ന 3 ടൈപ്പ് അവിടെ തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ പറയും സെയിം റിസോഴ്സ് പ്രിൻ്ററിന് ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസസ്. ഓക്കെ, അവരുടെ പർപ്പസ് ഒന്ന് തന്നെ. അപ്പോൾ അതേപോലെ ഒന്നിൽ കൂടുതൽ പ്രോസസ്സേഴ്സ് ഉള്ള സിസ്റ്റം ആണെങ്കിൽ, സപ്പോസ് 2 CPU ഉണ്ട് എങ്കിൽ 2 ഇൻസ്റ്റൻസ് ഓഫ് എ സിംഗിൾ റിസോഴ്സ്
CPU. അപ്പോൾ അങ്ങനെ വേരിയസ് റിസോഴ്സ് ടൈപ്സ് ഉണ്ട്. ആ ഓരോ റിസോഴ്സ് ടൈപ്പിനും ഒന്നിൽ കൂടുതൽ ഇൻസ്റ്റൻസസ് വരാം. അതാണ് ഈച്ച് റിസോഴ്സ് ടൈപ്പ് RI ഹാസ് WI ഇൻസ്റ്റൻസസ്. ഓക്കെ, ഈച്ച് റിസോഴ്സ് ടൈപ്പ് പ്രിൻ്റർ ഹാസ് സേ 3 ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ 5 ഇൻസ്റ്റൻസ്. അതാണ് RI ഹാസ് WI ഇൻസ്റ്റൻസസ്. ആൻഡ് ഈച്ച് പ്രോസസ് യൂട്ടിലൈസസ് റിസോഴ്സ് ആസ് ഫോളോസ് എന്ന് പറഞ്ഞാൽ 3 രീതിയിലാണ്. അതായത് ഈ 3 കാര്യങ്ങൾ താഴെ കാണിച്ചിട്ടുള്ള എന്നുള്ളതാണ് ഈ പറഞ്ഞത്. റിക്വസ്റ്റ്, യൂസ് ആൻഡ് റിലീസ്. ഈ പറയുന്ന 3 ഫാക്ടേഴ്സും സാറ്റിസ്ഫൈ ചെയ്തു വേണം ഓരോ പ്രോസസ്സും ഈ സിസ്റ്റം മോഡലിൽ എക്സിക്യൂട്ട് ചെയ്യാൻ. ഓക്കെ, സോ ഒരു സിസ്റ്റം മോഡൽ എന്ന് പറഞ്ഞാൽ ജനറലി ഇറ്റ് വിൽ കണ്ടെയ്ൻ പ്രോസസ്സസ്, ഇറ്റ് വിൽ കണ്ടെയ്ൻ വേരിയസ് റിസോഴ്സസ്, ആൻഡ് ദിസ് റിസോഴ്സസ് വിൽ ഹാവ് വേരിയസ് ഇൻസ്റ്റൻസസ്. ആൻഡ് ഒരു പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് എ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈച്ച് റിസോഴ്സ് ഷുഡ് ഫോളോ ദിസ് സീക്വൻസ്. എന്ന് പറഞ്ഞാൽ ഇഫ് എ പ്രോസസ് വാണ്ട്സ് എ റിസോഴ്സ് ഇറ്റ് ഷുഡ് ഫസ്റ്റ് റിക്വസ്റ്റ്, place a request. Okay, so that is the first requirement. Okay, a process, if it needs a resource for its completion, has to place a request. And then once the request is allocated, once the resource is allocated to that process, എന്ത് വേണം, it can use it. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 കാര്യങ്ങളുടെയും ഒരു ഓർഡറിങ് നമുക്ക് നോക്കിയാൽ കാണാം. Before using a particular resource, the process has to place a request. Okay, so this should be the order. നമുക്ക് നേരത്തെ ആദ്യം യൂസ് ചെയ്തിട്ട് പിന്നെ റിക്വസ്റ്റ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റില്ല. So in a system model, where there are various processes and resources, the process should work in this order. Okay, to get a resource it should request first, and then once it is granted it can use it, and upon completion what should it do? It should release the resource. എന്തിനാ അങ്ങനെ റിലീസ് ചെയ്യുന്നത്? So that other process can use it. Okay, so request, use and release is the order each and every process must follow in a system model. Okay, where there are various competing processes and various resources available. Okay, so resources എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നിൽ കൂടുതൽ പ്രോസസ്സസ് ഉണ്ടാവുമ്പോൾ എന്ത് വേണം? പ്രോസസ്സസ് ഒരു റിസോഴ്സിനെ വേണമെങ്കിൽ ആദ്യം റിക്വസ്റ്റ് ചെയ്യണം. റിക്വസ്റ്റ് ചെയ്തത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ യൂസ് ചെയ്യാം. യൂസ് ചെയ്തിട്ട് ആ യൂസേജ് കഴിയുമ്പോൾ, അതിൻ്റെ ആവശ്യം കഴിയുമ്പോൾ പിന്നെയും അതിനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. ഇറ്റ് ഷുഡ് ഇമ്മീഡിയറ്റ്ലി റിലീസ് ദ റിസോഴ്സ്. ഓക്കെ, അതൊരു നോർമൽ സിസ്റ്റം മോഡലാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതിൽ ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ ചില കേസുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഇൻഡെഫിനിറ്റ് വെയിറ്റിംഗ് ഉണ്ടാവും. ഇൻഡെഫിനിറ്റ് വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? അതിനാണ് ഡെഡ് ലോക്ക് എന്ന് പറയുക. സോ ഒരു സിസ്റ്റം ഡെഡ് ലോക്ക് സ്റ്റേറ്റിലാണ് എന്ന് പറയണമെങ്കിൽ 4 കണ്ടീഷൻസ് ഷുഡ് ഹോൾഡ്. അതായത് 4 കണ്ടീഷൻസ് അറ്റ് എ ടൈം ഹോൾഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ സിസ്റ്റം ഡെഡ് ലോക്കിലാണെന്ന് പറയാൻ പറ്റൂ. അതല്ലെങ്കിൽ ആ സിസ്റ്റത്തിന് ഇൻഡെഫിനിറ്റ് വെയിറ്റിങ്ങിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. ഓക്കെ, ഇഫ് ഓൾ ദീസ് 4 കണ്ടീഷൻസ് ഹോൾഡ് സൈമൾട്ടേനിയസ്ലി യു സേ ദാറ്റ് ദ സിസ്റ്റം ഇസ് ഡെഡ് ലോക്ക്ഡ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പറയാം സിസ്റ്റം ഹാങ് ആയി എന്ന് പറയും അല്ലേ. ദർ ഇസ് നോ അതർ വേ ദാൻ ടു റീസ്റ്റാർട്ട്. ഓക്കെ, ആ റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് പ്രീവിയസ് സ്റ്റേറ്റിലേക്ക് ഒരു ഫസ്റ്റ് സ്റ്റേറ്റിലേക്ക് അങ്ങ് പോവുകയാണ്. എല്ലാ റിസോഴ്സസിനെയും ഡി അലോക്കേറ്റ് ചെയ്തു, മെമ്മറി റീഇനിഷ്യേറ്റ് ചെയ്തു, അങ്ങനെ കംപ്ലീറ്റ് സിസ്റ്റം വീണ്ടും ആദ്യം മുതൽ തുടങ്ങും. അപ്പോൾ അതേ ഒരു അവസ്ഥയിലേക്ക് പോകും ഇഫ് ദ സിസ്റ്റം ഈസ് ഇൻ എ ഡെഡ് ലോക്ക്. അപ്പോൾ ഡെഡ് ലോക്കിൽ നിന്ന് അതിന് ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ ദർ ആർ വേരിയസ് മീൻസ്. പക്ഷെ നോർമലി ഒരു സിസ്റ്റം അങ്ങനെ ഡെഡ് ലോക്ക് സ്റ്റേറ്റിലേക്ക് എൻട്രി ചെയ്യിക്കാതിരിക്കുക എന്നുള്ളതാണ് എപ്പോഴും അതിൻ്റെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഡെഡ് ലോക്ക് ക്യാരക്ടറൈസേഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഓർക്കേണ്ടത് there are 4 conditions that should be satisfied to say that or to ഒരു പർട്ടിക്കുലർ സിസ്റ്റം ഒരു ഡെഡ് ലോക്ക് സ്റ്റേറ്റിലേക്ക് എൻട്രി ചെയ്തു എന്ന് നമുക്കൊരു ഒരു പ്രൂഫ് കൊടുക്കാം. ദീസ് ആർ ദ 4 conditions that satisfy at the same time. ഓക്കെ, ഏതൊക്കെയാണ്? 1 mutual exclusion, 2 hold and wait, 3 no preemption, and 4 circular wait.
Okay, mutual exclusion അത് നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ് mutual exclusion? When there is a shared resource, only one process can use that resource at a time. അല്ലേ? No two process can access a shared resource at the same time. അതാണല്ലോ mutual exclusion principle. അതിനെപ്പറ്റി ഇനി ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല, വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളത് കണ്ടു കഴിഞ്ഞു. ഓക്കെ, സോ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ there is a condition that only one process at a time can use a resource. Okay, അടുത്ത കണ്ടീഷൻ എന്താ? ഹോൾഡ് ആൻഡ് വെയിറ്റ്. എ പ്രോസസ് ഹോൾഡിംഗ് at least one resource is waiting to acquire additional resources held by other process. Hold and wait. A process is holding a resource and at the same time it is waiting to get another resource which is actually being used by another process. So it is holding a resource and at the same time waiting. Okay, hold and wait. Okay, that's the second condition. And the third one is no preemption. അതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. നോ പ്രിയംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? The process, if it is using a resource, it will voluntarily release the resource. There is no way to preempt it. നമുക്ക് അതിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റില്ല. Resource can be released only voluntarily by the process holding it. Okay, other than that the OS cannot preempt it. വേറെ ആർക്കും വന്നിട്ട് അതിനെ എടുത്തു മാറ്റാൻ പറ്റില്ല. So that is no preemption. അതെപ്പോഴാണോ വോളണ്ടറിലി അതിനെ റിലീസ് ചെയ്യുന്നത് അപ്പോൾ മാത്രമേ ആ റിസോഴ്സ് അവിടെ മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ അവൈലബിൾ ആവുള്ളൂ. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് കണ്ടീഷൻ ഇസ് സർക്കുലർ വെയിറ്റ്. സർക്കുലർ വെയിറ്റിൻ്റെ എക്സ്പ്ലനേഷൻ: there exists a set of processes P0 to Pn. So these processes are waiting and അവരുടെ വെയിറ്റിംഗ് കണ്ടീഷൻ എന്താ? P0 is waiting for a resource that is held by P1. P1 is waiting for a resource held by P2, etc., etc. And Pn minus 1 is waiting for a resource held by Pn. And what about Pn? Pn is waiting for a resource held by P0. So there is a circular wait. Okay, so the processes are waiting to get the resource that are held by other process in the list, and the condition is a circular wait because Pn, the last process, is waiting for the resource that is actually with P0, the first one. Okay, so there is a circular wait. So a deadlock will occur only if all these conditions satisfy. Okay, when all these four conditions are held simultaneously, you say that the system has entered a deadlock. So this is very important. What are the four conditions? Mutual exclusion. Okay, mutual exclusion means only one process can enter its critical section at a time, or only one process can use a shared resource. That is mutual exclusion. And hold and wait. A process holds a resource and at the same time it waits for resources to be released by other process. And then no preemption. No one can preempt the resources. The processes should voluntarily release the process. And circular wait. Circular waits, there are n process waiting in such a way that each process waits to get the resource held by the next process in the queue, and the last process is waiting for the resource with the first one. So there is a circular waiting. Okay, so these are the four conditions that should hold simultaneously to say that the system has entered a deadlock. Okay, and why is it necessary that all these conditions should hold? Just because if any of this fails, if mutual exclusion or hold and wait or no preemption or circular wait fails, there are no chances of a deadlock happening there. Okay, so hope it's clear. Okay, and ഡെഡ്ലോക്ക് ഒരു സിസ്റ്റം ഡെഡ്ലോക്കിലേക്ക് എൻട്രി ചെയ്യുമോ അല്ലെങ്കിൽ അതിൽ എൻട്രി ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ
നമുക്കിപ്പോൾ ഒന്നോ രണ്ടോ പ്രോസസ്സ്, രണ്ടോ മൂന്നോ റിസോഴ്സസിനെ ഷെയർ ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി. പക്ഷേ കുറേയേറെ പ്രോസസ്സും കുറേയേറെ റിസോഴ്സസ്, ഷെയർഡ് റിസോഴ്സസും ഉള്ള ഒരു സിസ്റ്റമൊക്കെ ആകുമ്പോൾ ഇത്തരം ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എ ഡെഡ്ലോക്ക്, അതല്ല ഒരു ഡെഡ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ ഒരു പ്രോപ്പർ റിസോഴ്സ് അലൊക്കേഷനൊക്കെ നടത്താൻ വേണ്ടി ദർ ഇസ് എ ടെക്നിക് used, and that technique is resource allocation graph. ഓക്കെ, അപ്പോൾ ഡെഡ്ലോക്കിനെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡെഡ്ലോക്കിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മുൻകൂട്ടി കണ്ടുകൊണ്ട് നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റും. ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമ്മൾ ആ സിസ്റ്റം റിസോഴ്സ് അലൊക്കേഷന് വേണ്ടി ഒരു ഗ്രാഫിൽ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്ത്. ഓക്കെ, ഈ റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫിൽ എന്താ ചെയ്യുക, there will be a set of vertices V and a set of edges E. Okay, so രണ്ട് കാര്യങ്ങൾ, V and E. V represent the set of vertices and E represent the set of edges. Okay, and this vertices is again classified into two. One is the set of processes in the system and the set of resources in the system. Okay, so vertices represent processes and resources. Okay, so vertices are V and edges are E, and V is again classified into P and R. So what is P? P is the set of all the process in the system, and R is the set consisting of all the resource types in the system. Okay, so suppose there are n process, so P will be a set P1 to Pn, and if there are m resources, if there are n process, the process set will be P1 to Pn, set P1 to Pn, and if there are m resources, the resource set will be R1 to Rm. Okay, so in the resource allocation graph, we have a set of vertices V and the set of edges, and V is again divided into P and R, where P represents the set of process and R represents the set of resources. Okay, and then the edges. So you know that in a graph there should be vertices and edges. Edges should be connecting the vertices. Okay, so edges here can be of two types again, the request edge and assignment edge. Okay, so edge can be either a request edge or an assignment edge. ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത, both are directed edges. Okay, directed in the sense എവിടുന്ന് എവിടേക്ക് എന്നുള്ള അല്ലേ ആരോ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. Okay, so edges will be either a request edge or an assignment edge. Okay, request edge എന്ന് പറയുന്നത് it's a directed edge from the process to the resource. Okay, Pi to Rj. Okay, from the process Pi to the resource Rj. അതെന്താ റിക്വസ്റ്റ് എഡ്ജ് അങ്ങനെ വരാൻ കാരണം, the process request this resource, that's the meaning. Okay, so the request edge will always be from the process to the resource. Okay, so Pi to Rj. And what about assignment? Once the request is granted, what happens, the directed edge is now reversed from the resource to the process. That shows that the resource is allocated or assigned to the process. Okay, so both are directed edges, request and assignment. Okay, request edge is from the process to the resource, and assignment edge is from the resource to the process. Hope you understand the difference. Okay. Okay, so request edge represents the request made by the process for the resource, whereas the assignment edge shows that the resource is allotted to that process. Okay, so these are the set of vertices and the directed edges. Okay, so the process will be represented as circles and resource types will be represented as rectangles. Okay, process vertices are of two types. The circle represent the process and the rectangle represent the resource types. And these are dots. Okay, within these resources, within this rectangular boxes, you can see various dots. Okay, and this dot represent the instances of the resources. Okay, and
here is the request edge and the what was the assignment edge. Okay, so here you can see that PA requests an instance of RJ. So PI places a request to the resource RJ, and if it is allotted, what happens? PI is holding an instance of RJ. You will see the difference here. See, from PI to the resource vertex RJ, ഈ റെക്റ്റാങ്കുലർ ഷേപ്പിലേക്കാണ് നമ്മുടെ ഡയറക്റ്റ് എഡ്ജ് പോവുക, റൈറ്റ്? It's not going inside. Okay, PI to the resource RJ, whereas in the assignment edge it is from the instance of the resource to the process. Okay, ആ റെക്റ്റാങ്കുലർ ഇതിൻ്റെ ഔട്ടർ ബോർഡറിൽ നിന്നല്ല, it is from the instance. എന്താ അത് കാരണം? This particular instance of this resource is allotted to this process. That's the meaning. Suppose as we have discussed in the previous case, suppose the resource is a printer and it has 4 instances. Okay, one is a dot matrix and there are 2 laser printers and 1 inkjet. Okay, suppose the inkjet printer is allotted to process P1. You cannot represent that assignment simply by giving this arrow directed edge from the resource to the process. You should know which instance of this resource is allotted. Okay, so that should come from the particular instance. That's why it is coming from that dot. Okay, so these are the symbols used in resource allocation graph. A circle for the process, a rectangle for the resource type, and the dots within the rectangle representing the instance of the resource, and then directed edges, one for the request edge and the other for the assignment edge. Okay, clear? Yes. So this is an example of a resource allocation graph. You can see that there are 4 resources, and R1 has a single instance, R3 has again a single instance, R2 has 2 instances of the same resource, and R4 has 3 instances. Okay, and then from this graph you can say that there are 3 processes. Okay, so P1 has requested resource R1, but R1 is allotted to P2. Only one instance is there in R1, so that resource is allotted to P2. Okay, and what about P2? P2 has requested R3, but it has an instance of R2 already allotted. Okay, okay, and what about P3? P3 has R3 allotted to it, and it's not waiting for further resources, so it can complete. Okay, and once it is completed, P3 will release R3. Okay, so the request of P2 can be granted, R3 will be free, so P2 will get R3, but again P2 has to, sorry, P2 has already an instance of R2. P2 is waiting for R3. P2 holds R1 and R2, waits for R3, and when P3 finishes, it will release R3, and so P2 can finish next. Okay, P2 has R1, P2 has R2, and it will get R3 once P3 finishes. So P2 also will complete. So once P2 finishes, completes its execution, what happens? R1 and R2 will be released. Okay, so P1 has already requested R1 and it is waiting, and an instance of R2 is already allotted to P1. So P1 can finish in the third step because P2 has released R1 also. So R1 will be allotted to P1. Okay, so
ഈ അസൈൻമെൻറ്റ് ആൻഡ് റിക്വസ്റ്റ് എഡ്ജിൻ്റെ പ്രത്യേകത, റിക്വസ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത് ഒരു പ്രോസസ് ബിഫോർ യൂസിങ് എ റിസോഴ്സ് ഹാസ് ടു പ്ലേസ് എ റിക്വസ്റ്റ്. Okay, so that will be a directed edge from the process to the resource. Okay, and when that resource is allotted, the same directed edge becomes reverses its direction, so it becomes an arrow from the resource to the process. Okay, and once the process completes its execution, what happens, that edge will be deleted, okay, or removed. Okay, so this way the system can very easily identify if there is a chance of deadlock. Okay, so if this is the stage of the system after assigning the current resources to the available process, this system model ensures that the system will not enter a deadlock. ഓക്കെ, സോ ഇങ്ങനെ നമുക്കൊരു ഒരു സിസ്റ്റത്തിലെ ആ റിസോഴ്സസിനെ എങ്ങനെയാണ് ഓൾറെഡി അലോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമ്മളിപ്പോൾ കണ്ടു P3 ആദ്യം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ആ രീതിയിലാവുമ്പോൾ എന്താ, സിസ്റ്റം വിൽ നെവർ എൻ്റർ എ ഡെഡ്ലോക്ക് സ്റ്റേജ്. Okay, okay, so here is another example, a system with a deadlock. അതിൻ്റെ റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫാണിത്. ഇതൊന്നും നിങ്ങൾ നോട്ട് ചെയ്തോളൂ, നമുക്കത് നാളെ ഡിസ്കസ് ചെയ്യാം. നാളെ അത് എനിക്കൊന്ന് പറഞ്ഞു തരൂ ഇതെങ്ങനെയാണെന്ന് കേട്ടോ. നിങ്ങളിത് ഇപ്പോൾ ഇത്രയും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ജസ്റ്റ് എക്സ്പ്ലെയിൻ ടുമോറോ ഹൗ ദ സിസ്റ്റം ഇസ് സെറ്റ് ടു ബി ഇൻ എ ഡെഡ്ലോക്ക്. ഈ ഒരു രീതിയിൽ ഇഫ് R1, R3, R2 and R4 are allotted this way, and you have the same set of process, same set of resources, അല്ലേ, സെയിം ഇൻസ്റ്റൻസസ്, നമ്മുടെ പ്രീവിയസ് കേസ് തന്നെയാണ്, പക്ഷേ ദ അലൊക്കേഷൻ ഇസ് ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഹൗ ക്യാൻ യു സേ ദാറ്റ് ദി സിസ്റ്റം ഇസ് ഇൻ എ ഡെഡ്ലോക്ക്, അതാണ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വരേണ്ടത്. ഓക്കെ, ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ അടുത്ത ക്ലാസ്സിൽ ഇതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വരിക. അപ്പം നമുക്ക് വേഗം അടുത്ത ഇതിലേക്ക് പോകാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ പഠിച്ചത് ഡെഡ് ആണ്. ഡെഡ് ലോക്കിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള കണ്ടീഷൻസ് പറഞ്ഞു. 4 പ്രിൻസിപ്പിൾസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ഈ പറയുന്ന റിസോഴ്സ് അലൊക്കേഷൻ ഗ്രാഫ്. ഓക്കെ, യെസ്, so see you in the next class. Thank you.